നമുക്ക് നാളെ തൊട്ട് ജിമ്മിൽ പോയാലോ? എന്തായാലും ഈ ഏരിയയിലുള്ള ഒരു ജിമ്മിൽ നമുക്ക് ഇനി പോകാൻ പറ്റൂല. അതെന്ത്? പോയ ജിമ്മിലൊന്നും നമ്മൾ കറക്റ്റായിട്ട് ഫീസ് കൊടുത്തിട്ടില്ല. അത് ശരി തന്നെ. എന്നാലും വെള്ളനാട് പുതിയ ജിമ്മുണ്ട്, അവിടെ നിന്ന് വിളിച്ചു നോക്കാം. ഹലോ ചേട്ടാ, ജിമ്മല്ലേ? അതെ ബ്രോ, ജിമ്മാണ്. അഡ്മിഷന്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിട്ട് വിളിച്ചാണ്. നമുക്ക് അഡ്മിഷൻ ഫീസ് 1000, മാസ ഫീസ് 1000, രണ്ടും കൂടെ ചേർത്ത് ആദ്യം 2000 അടച്ചു വേണം കയറാൻ. ചേട്ടാ, ഞാൻ കുറച്ച് ദൂരെന്നാണ്, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും ബ്രോ, അഡ്മിഷൻ ഫീസ് വേണ്ട, ഫീസ് മാത്രം 1000 അടച്ച് കയറിയാൽ മതി. അല്ല ബ്രോ, ഞങ്ങള് രണ്ടുപേരുണ്ട്. എന്നാ പിന്നെ രണ്ടുപേരും അഡ്മിഷൻ ഫീസ് അടയ്ക്കണ്ട. അല്ല, ഞങ്ങള് രണ്ടുപേരും ദൂരെന്നാണ്. ദൂരെ എന്ന് പറയുമ്പം എവിടെ ആയിട്ട് വരും? അരുവിക്കര. അയ്യേ, അതിവിടെ അടുത്തല്ലേ, 5 കിലോമീറ്ററിലും ഇല്ല. അതിനേക്കാളും ദൂരെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. അല്ല, മാസം 1000 അല്ലേ ഫീസ്? അതെ. ആ 1000 എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാ മാസവും ഫ്രീ ആയിട്ട് അങ്ങ് തന്നാലേ. അതൊക്കെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവൂലേ? ആവും, ഉറപ്പായിട്ടും ആവും. അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശമല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ബ്രോ? ചോദിച്ചോ. നിങ്ങൾ ഇവിടെ നിന്ന് കന്യാകുമാരി വരെ ഒരു ട്രിപ്പ് പോകണം. പെട്രോൾ പമ്പിൽ കയറി 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഞങ്ങളങ്ങ് കേരളത്തിൽ നിന്നാണ് ഒരു 1000 രൂപ കുറച്ച് തരുമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ? ഇല്ല. നിങ്ങൾ ഇവിടെ നിന്ന് ഡൽഹി പോയി 50 രൂപയ്ക്ക് ഒരു പാനിപൂരി വാങ്ങിച്ചു. ഞാനങ്ങ് കേരളത്തിൽ നിന്നാണ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് 30 രൂപയ്ക്ക് തരണമെന്ന് പറഞ്ഞാൽ അവര് കേൾക്കുമോ? ഇല്ല. എന്നിട്ട് ഈ വടക്കേപ്പുറത്ത് കിടക്കണം നിനക്കൊക്കെ ഇവിടെ വരാൻ വേണ്ടിട്ട് ഞാൻ ഉള്ളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് തരണമായിരിക്കും അല്ലേ? അതിന് ചൂടാവണ എന്തിന്? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമെന്നല്ലേ ചോദിച്ചോളൂ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എത്രയാണെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി അതിൽ കൂടുതൽ എന്തായാലും പറ്റൂല. അതുപോലെ എനിക്ക് ഇതാരും ചുമ്മാ ഉണ്ടാക്കിയിട്ടെന്നല്ല. എന്തായാലും നാളെ വന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റുമല്ലോ. നീയൊക്കെ ഇനി നാളെയും വരണ്ട, മറ്റന്നേ വരണ്ട. അതെന്ത് ബ്രോ? ഫീസ് കൊടുക്കാത്തോണ്ട് അവിടെയുള്ള ജിമ്മുകളിലൊന്നും നിന്നെ ഒന്നും അടുപ്പിക്കണ്ടേ അല്ലേ? ആശാൻ ജോത്സ്യനാണോ? ഇതിന് ജോത്സ്യം പഠിക്കേണ്ട ഓരോ ആവശ്യമില്ല. ഇതുപോലെ എല്ലായിടത്തും കാണും കുറെ എണ്ണം.